യെസ്, നമ്മൾ ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അഥവാ ദ്വിമാന സമവാക്യത്തിൻ്റെ എക്സാമ്പിൾസ് 3 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെ നോക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് നോക്കുക. സോൾവ് 2x² + x - 6 = 0. 2x² + x - 6 = 0. 2x² + x - 6 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്യണം, പരിഹരിക്കണം. എക്സിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു, പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഏത് മെത്തേഡ് വഴി വേണമെങ്കിലും പോകാം. ബട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് മെത്തേഡാണോ പറയുന്നത് ആ മെത്തേഡിൽ അത് വർക്കൗട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് 3 മെത്തേഡിലൂടെയും ചെയ്യുക എന്ന് നമുക്ക് കാണാം. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഘടകമാക്കൽ മെത്തേഡ്. ആ പ്രോബ്ലം നോക്കുക. 2x² + x - 6 = 0. Therefore 2x² + 4x - 3x - 6 = 0. അവിടെ ഘടകമാക്കൽ മെത്തേഡ് അല്ല ഫാക്ടറൈസേഷൻ മെത്തേഡില് എന്താ ചെയ്തത്? നമ്മൾ മിഡിൽ ടേമിനെ +x എന്നുള്ള മിഡിൽ ടേമിനെ, മധ്യപദത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ ഘടകമാക്കി. ഘടകമാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? x² കോഎഫിഷ്യന്റ് നോക്കുക, കോൺസ്റ്റന്റ് നോക്കുക. x² കോഎഫിഷ്യന്റ് ആൻഡ് കോൺസ്റ്റന്റ്, അത് രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്യുക, പ്രോഡക്റ്റ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടേണ്ടത്? 6 × 2 12, 12 കിട്ടും. 12നെ നമുക്ക് അനുയോജ്യമായ ഘടകങ്ങളാക്കുക. 12ന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 4 × 3 വരാം, 6 × 2 വരാം, 1 × 12 വരാം. അതിലേതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്, വി ക്യാൻ ടേക്ക് ഇറ്റ്. ഇവിടെ +x ആ വരേണ്ടത്, +1x ആ വരേണ്ടത്. അപ്പോൾ പ്ലസിന്റെ ഫാക്ടർ വലുതായിരിക്കണം. അപ്പൊ 12 വരുമ്പോൾ 4 × 3, അതാണ് ഏറ്റവും സ്യൂട്ടബിൾ. അപ്പൊ 2x² + 4x - 3x. 4x - 3x എന്ന് പറഞ്ഞാൽ +x ആണ്. 4x - 3x - 6 = 0. എങ്ങനെയാണ് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തത്? x² കോഎഫിഷ്യന്റും കോൺസ്റ്റന്റും കൂടി നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ നമ്മൾ അതിന്റെ ഫാക്ടറൈസ്, അതിന്റെ മൾട്ടിപ്പിൾസ് ഏതാണെന്ന് നോക്കുക. ആ മൾട്ടിപ്പിൾസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എടുത്ത് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. സോ ഹിയർ 2x² + 4x - 3x - 6 = 0. അതിൽ നമുക്ക് ഘടകങ്ങളാക്കാൻ പോവുകയാണ്. 2x² + 4x, അതിൽ കോമൺ ഫാക്ടർ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ടേക്ക് ദ കോമൺ ഫാക്ടർ ഔട്ട്സൈഡ്. 2x × x + 2 - 3 × x + 2 = 0. നോക്കുക. 2x × x + 2 - 3 × x + 2 = 0. -3 × x - 3x -3 × +2 -6, minus × plus minus. അപ്പോൾ 2x × x 2x², 2x × 2 4x. സോ രണ്ട് ഘടകങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. There are 2 factors. 2x - 3 × x + 2 = 0. അപ്പോൾ 2x - 3 = 0. Then 2x = 3, x = 3/2. അപ്പോൾ ഒരു വാല്യൂ, എക്സിന്റെ വാല്യൂ 3/2 ആയി. x + 2 = 0, x = -2. The second solution is -2. So ഇതിന്റെ പരിഹാരങ്ങൾ ഈ പ്രോബ്ലത്തിൽ ഘടകമാക്കലിലൂടെ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് കിട്ടിയ പരിഹാരങ്ങൾ x = 3/2 and -2. So first method is over, factorization is over. നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x² കോഎഫിഷ്യന്റും കോൺസ്റ്റന്റും നോക്കുക, അതിന്റെ മൾട്ടിപ്പിൾ എത്രയാന്ന് നോക്കുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതനുസരിച്ച് അനുയോജ്യമായ സ്പ്ലിറ്റ് എടുത്തുകൊണ്ട്, ഘടകം എടുത്തുകൊണ്ട്
മിഡിൽ ടേമിനെ ഘടകമാക്കിയതിനു ശേഷം രണ്ട് ഉത്തരത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിന്റെ പരിഹാരം, എക്സിന്റെ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ കിട്ടും. ഇനി അതേ മെത്തേഡ് തന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഓർ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ്, വർഗം തികക്കൽ എങ്ങനെയാ നോക്കാം. 2x² + x - 6 = 0 ഡിവൈഡഡ് ബൈ 2. എന്തിനാ 2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞ്? x² കോഎഫിഷ്യന്റ് ആണ് 2. x² കോഎഫിഷ്യന്റ് 1 വരണം. അതിൽ കൂടുതൽ വന്നാൽ അതിനെ ഫോർമാറ്റ് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി x² എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡിങ് ബൈ ദി കോഎഫിഷ്യന്റ് ഓഫ് x². അപ്പോൾ 2x² / 2 + x/2 - 6/2 = 0. then ഇത് കട്ടായി പോയി. x² + 1/2 × x = ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. -6/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 3 ആയിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും, +3. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് പകുതി എടുത്ത് സ്ക്വയർ ചെയ്യുക, രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക. മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി എടുത്ത് അതിനെ സ്ക്വയർ ചെയ്ത് അതിനെ രണ്ട് ദിക്കിലും ആഡ് ചെയ്യുക. ടേക്കിംഗ് ദ ഹാഫ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് ബി, coefficient of second term, and squaring to both sides, squaring and adding to both sides. രണ്ട് സൈഡിൽ നിങ്ങൾ ആഡ് ചെയ്യുക. നോക്കുക, നിങ്ങൾ x² + 1/2x + 1/2 പകുതി എടുക്കുക, ഹാഫ് ഓഫ് 1/2. ഹാഫ് ഓഫ് 1/2 = 1/4. 1/4 whole square = 3 + 1/2 സ്ക്വയർ, 1/2 ഹാഫിന്റെ സ്ക്വയർ, that is 1/4 whole square. 1/2 × 2 whole square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x + 1/4 whole square എന്ന് കിട്ടി. ലെഫ്റ്റ് സൈഡ് നോക്കുക, LHS. ഇത് a + b whole square രൂപത്തിലായിട്ട് മാറും, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. അല്ലെങ്കിൽ a - b ലേക്ക് വരും, അല്ലെങ്കിൽ a + b ലേക്ക് വരും. ഹിയർ ഇറ്റ് ഈസ് a + b whole square. So x + 1/4 whole square = 3 + 1/4 whole square. 3 + 1/4 whole square. That is equal to 3 + 1/16. Then taken the square root. X + 1/4 whole square, the square root is equal to x + 1/4 is equal to ± root of 3 + 1/16. Then the square root is 3 + 1/16 in the form of a fraction. So you must take the LCM. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ± root of 48 + 1/16. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതിന്റെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 48 + 1/16, that is equal to ± root of 49/16 is equal to ± 7/4, 7/4. അപ്പോൾ എന്താ കിട്ടുക? x + 1/4 is equal to 7/4. x + 1/4 is equal to +7/4 എടുക്കുക. അപ്പോൾ x is equal to 7/4 - 1/4. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 7 - 1 6/4 is equal to 3/2. 3/2 ആദ്യത്തെ മെത്തേഡിൽ നമുക്ക് 3/2 is there. So answer is correct. Second, x + 1/4 is equal to -7/4. Then x is equal to -7/4 - 1/4. Denominator is same. So numerator will be -1 - 1 -7 -1 is equal to -8/4 is equal to -2. The answer is also same in the first methods. So this is the two methods to solve the quadratic equations. വളരെ ക്ലിയർ ആണ്. പെർഫെക്റ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വഴിക്ക് നമുക്ക് ചെയ്യാം, ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിക്ക് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രോബ്ലം തന്നെ മൂന്നാമതൊരു വഴിക്ക്, ദാറ്റ് ഈസ് ഏത് പ്രോബ്ലവും ചെയ്യുന്നത് പോലെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിന് ഒരു ഫോർമുല ഉണ്ട്. ക്വാഡ്രാറ്റിക് ഫോർമുല വഴിക്കും ഈ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നോക്കുക, 2x² + x - 6 = 0. നമ്മൾ ആ പ്രോബ്ലത്തിന്റെ മൂന്നാമത്തെ മെത്തേഡ്, അതായത് ഫോർമുല വെച്ച് ചെയ്യാൻ പോവാം. ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം വെച്ച് ചെയ്യാൻ പോവാം. നോക്കുക, 2x² + x - 6 is equal to 0. a is equal to 2, b is equal to 1, c is equal to -6. a 2, b 1, c is equal to -6. Okay.
Then x is equal to minus b plus or minus root of b square minus 4ac all divided by 2a. That is the quadratic formula. Is equal to minus 1. But b1 ആണ് അപ്പോൾ minus 1 plus or minus root of 1 square minus 4 into 2 into minus 6 by 2 into 2 is equal to minus 1 plus or minus root of 1 plus 48 by 4 is equal to minus 1 plus or minus root 49 by 4 is equal to minus 1 plus or minus 7 by 4. Therefore, x is equal to minus 1 plus 7 by 4 is equal to 6 by 4 is equal to 3 by 2. X is equal to minus 1 minus 7 by 4 is equal to minus 8 by 4 is equal to minus 2. So, in this case also, the solutions are the same. So, we can see that നമുക്ക് എന്ത് മനസ്സിലായി? മൂന്ന് വഴിക്ക് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായി. ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ സാധിക്കും, ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏത് മെത്തേഡ് ആണെന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് വഴി പോവാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അടുത്തൊരു പ്രോബ്ലം, സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. താഴെ തന്നിരിക്കുന്ന ദ്വിമാന സമവാക്യത്തിനെ പരിഹരിക്കുക, സോൾവ് ചെയ്യുക. ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്തിട്ടില്ല, പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്തിട്ടില്ല. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നോക്കുക, 3x square plus root 21x minus 14 is equal to 0. ഇവിടുത്തെ നടുവിലത്തെ ടേം root 21x ആണ്, പ്ലസ് root 21x ആണ്. അപ്പൊ നമുക്ക് ഇതിനെ പ്ലസ് root 21x ആക്കുന്ന തരത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ റൂട്ട് ആയതുകൊണ്ട് ഇത്തിരി കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. റൂട്ട് 21 1 root 21 അർത്ഥം അത് പ്ലസ് ആണ്. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 2 root 21x മൈനസ് root 21x. അപ്പൊ 2 root 21x മൈനസ് root 21x നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് പ്ലസ് root 21x. സോ നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 3x square plus 2 root 21x minus root 21x minus 14 is equal to 0. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചെയ്യണ്ടൂ, അല്ലാതെ നിങ്ങൾ ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ -42 കിട്ടുക. അതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ റൂട്ടിനെ നമ്മൾ അനുയോജ്യമായി സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നോക്കുക. അപ്പോൾ 3x square plus 2 root 21x minus root 21x minus 14 is equal to 0. ഇനി നമ്മൾ ഇവിടെ നോക്കുക, ഈ ഘടകം നോക്കുക. രണ്ട് ഘടകത്തിലെ കോമൺ ഫാക്ടറിനെ പുറത്തിടുക. ഇപ്പൊ റൂട്ട് 3x പുറത്തിട്ടു. എന്താ റൂട്ട് 3x പുറത്തിട്ടെ? റൂട്ട് 3x ഇൻറ്റു റൂട്ട് 3x ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 x ഇൻറ്റു x സ്ക്വയർ. അപ്പൊ റൂട്ട് 3x ആണ് അവിടുത്തെ കോമൺ ഫാക്ടർ. സോ റൂട്ട് 3x ഇൻറ്റു റൂട്ട് 3x പ്ലസ് 2 root 7. എങ്ങനെ 2 root 7 കിട്ടിയേ? റൂട്ട് 21നെ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 കിട്ടും. റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 ഇടുമ്പോൾ ഒരു റൂട്ട് 3 പുറത്തേക്ക് വന്നു കഴിഞ്ഞു, ബാക്കി റൂട്ട് 7 അവിടെ ഉണ്ട്. സോ റൂട്ട് 3x ഇൻറ്റു റൂട്ട് 3x പ്ലസ് 2 root 7 മൈനസ് ഇതിലെ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇവിടെ റൂട്ട് 7 റൂട്ട് 3 ഉണ്ട്, ഇവിടെ 7 ഇൻറ്റു 2 ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് റൂട്ട് 7 പുറത്തിട്ടു, മൈനസ് റൂട്ട് 7 പുറത്തിട്ടു. റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3x, ഇവിടെ റൂട്ട് 7 ഉണ്ടായിരുന്നതിന് പുറത്തേക്ക് വന്നു, റൂട്ട് 3x ഉണ്ട്. റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3x റൂട്ട് 21x. റൂട്ട് 7 പ്ലസ് 2 root 7, കാരണം 2 ഇൻറ്റു റൂട്ട് 7 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ട് 7 ഇൻറ്റു 2 root 7 ഇസ് ഈക്വൽ ടു -14 വരും, ഇസ് ഈക്വൽ ടു 0 കൊണ്ടുവന്നു. സോ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ രണ്ട് ഘടകം കിട്ടി. റൂട്ട് 3x മൈനസ് റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3x പ്ലസ് 2 root 7. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 3x square plus root 21x minus 14 is equal to 0 എന്ന് കിട്ടണം. സോ വളരെ ക്ലിയർ ആണ്. റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി നോക്കുക, റൂട്ട് 3x മൈനസ് റൂട്ട് 7 is equal to 0. So root 3x is equal to root 7. X is equal to root 7 by root 3 is equal to root 7 by 3.
or root 3x plus 2 root 7 is equal to 0, root 3x is equal to minus 2 root 7, x is equal to minus 2 root 7 by root 3 is equal to minus 2 root 7 by 3. വളരെ ക്ലിയർ ആണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇത് സാധാരണഗതിയിൽ CBSE ലെവലിൽ ചോദിക്കും, സ്റ്റേറ്റ് ലെവലിൽ സാധാരണ ചോദിക്കാറില്ല. എനിവേ വി ക്യാൻ solve the quadratic equation in 3 ways: factorization method and formula method and perfect square method. Is it clear now? Yes. Another example. Rupees 2000 was deposited in a scheme in which interest is compounded annually. After 2 years, the amount to the account was 2205 rupees. What is the rate of interest? ഈ ചോദ്യം നോക്കുക. 2000 രൂപ ഒരു ബാങ്കിൽ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പലിശ കൂട്ടുപലിശയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ എമൗണ്ട് 2205 രൂപയായി. അപ്പോൾ പലിശ നിരക്ക് എത്ര? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? അതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. Let the rate of interest is equal to R. R എന്ന് വിചാരിക്കുക, പലിശ നിരക്ക് R എന്ന് വിചാരിക്കുക. എമൗണ്ട് ഇൻക്ലൂഡിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ. കൂട്ടുപലിശയുടെ സമവാക്യം നിങ്ങൾക്കറിയാം, ഓൾറെഡി യു ലേൺ ഇൻ ദ early classes or previous classes. Compound interest is equal to A is equal to P into 1 plus R by 100 all raised to n. P into 1 plus R by 100 all raised to n. അപ്പോൾ ആ കൂട്ടുപലിശയുടെ ഫോർമുല എഴുതുക. Then A is equal to total amount 2205. That is the total amount including interest. Is equal to P, the principal. 2000 into 1 plus R by 100 all raised to n. N means number of years, 2. Then 1 plus R by 100 all square is equal to 2205 by 2000 is equal to, അത് വളരെ ക്ലിയർ ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Then smallest fraction 441 by 400, 441 by 400 അതിനെ കട്ട് ചെയ്യാൻ സാധിക്കും. Then 1 plus R by 100 is equal to, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. Then is equal to root of 441 by 400 is equal to 21 by 20, 21 by 20 സ്ക്വയർ റൂട്ട് എടുക്കുക, വർഗ്ഗമൂലം എടുക്കുക. Then R by 100 is equal to 21 by 20 plus 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -1. So 21 by 20 minus 1 is equal to 21 minus 20 by 20 is equal to 1 by 20. Denominator correct ആക്കുക. അപ്പോൾ 1 by 20 is there. So R is equal to 1 by 20 into 100 is equal to 5%. So വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ആ ഇക്വേഷനെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് അതിനെ ആ സ്ക്വയർ റൂട്ട് എടുത്തുകൊണ്ട് നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് വരാൻ കാരണം നിങ്ങൾ ആ സ്ക്വയർ റൂട്ട് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം നമ്മളിവിടെ ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടുകയും ചെയ്യും. അടുത്ത പ്രോബ്ലം, 9 is added to the product of 2 consecutive multiples of 6 gives 729. What are the numbers? Question മനസ്സിലാക്കി വിചാരിക്കുന്നു. 9 is added to the product of 2 consecutive multiples of 6 gives 729. What are the numbers? ആറിൻ്റെ തൊട്ടടുത്ത 2 ഗുണിതങ്ങളുടെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും. എന്നാൽ സംഖ്യകളേവ? ഇതാണ് ചോദ്യം. ഇപ്പം എന്താ ചെയ്യേണ്ടത്? അത് നോക്കുക. ലെറ്റ് x be a multiple of 6. നമ്മൾ വിചാരിക്കുക x is equal to the multiple of 6, 6ന്റെ ഗുണിതമാണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് മൾട്ടിപ്പിൾ, അപ്പോൾ അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ, അടുത്ത ഗുണിതം ഏതായിരിക്കും? x plus 6, കാരണം 6 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ 6x plus 6 ആയിരിക്കും അടുത്ത മൾട്ടിപ്പിൾ.
So therefore x into x plus 6 plus 9 9 കൂട്ടണം. X into x plus 6 plus 9 is equal to 729. That is x square plus 6x plus 9 is equal to 729. X square plus 6x plus 9 is equal to 729. നമ്മളിവിടെ വളരെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, കാരണം കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9, ഇവിടെ എക്സ് സ്ക്വയർ ആണ്, ഇവിടെ 9 ആണ്. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കും, പൂർണ്ണവർഗമായിരിക്കും. അതായത് ഇത് a പ്ലസ് ബി രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് x പ്ലസ് 3 ഹോൾ സ്ക്വയർ എടുക്കാൻ സാധിക്കും. x പ്ലസ് 3 ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ റൂട്ട് x, 9ന്റെ റൂട്ട് 3. സോ x പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 729. x plus 3 whole square is equal to 729. Therefore, taken the square root, x plus 3 is equal to 27. രണ്ട് സൈഡിന്റെ വർഗ്ഗമൂലം എടുക്കുക. അപ്പോൾ x plus 3 is equal to 27. Then x is equal to 27 minus 3 is equal to 24. Next number is equal to x plus 6 is equal to 24 plus 6 30. അവിടെ മൈനസ് വാല്യൂ എടുക്കേണ്ടതില്ല, മൈനസ് വാല്യൂ നമ്പർ ആയിട്ട് എടുക്കില്ല. അതുകൊണ്ട് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 24, 30. 24 സമം 30 ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മളെ പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ a പ്ലസ് ബി രൂപത്തിലോ a മൈനസ് ബി രൂപത്തിലോ നമുക്ക് ഇക്വേഷനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചാൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് ചുരുക്കാം. Then next, number 5. 16 added to the sum of the first few terms of AP. 9, 11, 13 give 256. How many terms were added? 9, 11, 13 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിൽ അതിലെ കുറച്ച് പദങ്ങളുടെ തുകയോടുകൂടി 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത്? 16 added to the sum of the first few terms of AP 9, 11, 13, comma dash dash give 256. How many terms were added? ഇത് APയും ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടി ചേർന്ന് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഫസ്റ്റ് ഓഫ് ഓൾ written as AP is equal to 9, 11, 13. 9, 11, 13. First term a is equal to 9. The common difference d is equal to 2. So an is equal to a plus n minus 1 into d, the nth term, is equal to 9 plus n minus 1 into 2. 9 plus 2n minus 2. 2n plus 7. So nth term is equal to 2n plus 7. That is an. Then sum is equal to, tuga is equal to, tuga samam n by 2 into first term plus last term. First term plus last term. n by 2 into 9 plus 2n plus 7. n by 2 into 2n plus 16 is equal to n into n plus 8. ഈ രണ്ട് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ 2 2 വെട്ടിപ്പോയി 2 16 ഡിവൈഡ് ചെയ്ത് 8 പ്രാവശ്യം. സോ n into n plus 8. n into n plus 8 is equal to n square plus 8n. n square plus 8n is equal to 256. Is equal to 256. ഇവിടെ 16 കൂടി ആഡ് ചെയ്യണം. You must add 16 to this. You must add 16 to this. So we will get n square plus 8n plus 16 is equal to 256. Therefore, n square plus 8n plus 16 is equal to 256. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും n സ്ക്വയർ അതിന്റെ സ്ക്വയർ റൂട്ട് n, 16 ന്റെ സ്ക്വയർ റൂട്ട് 4. So n plus 4 all square is equal to 256. അപ്പോൾ n plus 4 all square is equal to 256 ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. Taken the square root, n plus 4 is equal to root 256 is equal to plus or minus 60. So n is equal to 16 minus 4 is equal to 12. അപ്പോൾ n സമം 12 ആയിരിക്കും എന്നർത്ഥം. കാരണം സംഖ്യ നമുക്ക് പ്ലസ് ഓർ മൈനസ് 16 എടുക്കാൻ സാധിക്കും. അപ്പോൾ n is equal to 16 minus 4 is equal to 12 നമ്പർ. അല്ലെങ്കിലോ n plus 4 is equal to minus 16 ആണ്. അപ്പോൾ n is equal to minus 16 minus 4 is equal to minus 20.
n is equal to -20 വരാം. -20 is also an answer. n is equal to 12 or n is equal to -20. പക്ഷേ ഇവിടെ നമ്പർ 9, 11, 13 ആണ്. അതുകൊണ്ട് പോസിറ്റീവ് നമ്പറിലേക്കാണ് കൂടുതൽ സാധ്യത. അപ്പോൾ n is equal to 12 ആയിരിക്കുകയും ചെയ്യും. സോ നമ്പർ is equal to 12. ഓക്കെ.